ഹാർവസ്റ്റ് ടി വി ഒരുക്കുന്ന പ്രവാസി സംഗീതം എന്ന പ്രോഗ്രാമിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ എപ്പിസോഡിൽ ഒരു പ്രത്യേകതകളുള്ള ഒരു സ്കൂൾ വിദ്യാർത്ഥിനിയാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. പ്രിയപ്പെട്ട ആൽഫിയ ഗ്രേസ് ബിജോയ്, അങ്ങനെയല്ലേ ഫുൾ പേര്? ആൽഫിയ ഗ്രേസ് ബിജോയെ ഹാർവസ്റ്റ് ടി വിയുടെ ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ആൽഫിയ, ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു മുഖത്തല്ലേ? ചെറുതായിട്ടുണ്ട്. ഓക്കെ, അതൊന്നും മാറിക്കോളൂ. ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഹാർവസ്റ്റ് ടി വിയോട് നന്ദി പറയണം അല്ലേ? ആൽഫിയ അപ്പോൾ വലിയ ഉള്ള ഒരു കലാകാരിക്ക് പരിചയപ്പെടാൻ ഒരു വേദി ഹാർവസ്റ്റ് ടി വി ഒരുക്കയിൽ ഹാർവസ്റ്റ് ടി വിക്ക് താങ്ക്സ് അല്ലേ? അപ്പോൾ കുറച്ച് നേരം ഞങ്ങൾ ചുമ്മാതെ നമുക്ക് മിണ്ടിയും പറഞ്ഞു വരിക്കും. ആൽഫിയ ഒരു സ്കൂൾ ഗോയിങ് സ്റ്റുഡൻ്റ് ആണെന്ന് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു. എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഞാനിപ്പോൾ 12th പഠിക്കുന്നത്. 12th. ഏത് സ്കൂളിലാണ്? ഇന്ത്യൻ പബ്ലിക് സ്കൂൾ സാൽമിയ. ഇന്ത്യൻ പബ്ലിക് സ്കൂൾ സാൽമിയ. ബോൺ ആൻഡ് ബ്രോട്ടപ്പ് കുവൈറ്റിയാണ്? അല്ല, ഞാൻ നാട്ടിൽ ജനിച്ചതും 3rd സ്റ്റാൻഡേർഡ് വരെ പഠിച്ചതും. ഓക്കെ, 3rd സ്റ്റാൻഡേർഡ് വരെ നാട്ടിൽ പഠിച്ചപ്പോൾ മലയാളം ഫ്ലുവൻ്റ് ആണ് അല്ലേ? മലയാളത്തിൽ സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. മലയാളിയാണ്? അനാ കുവൈറ്റി അല്ല, മലയാളിയാണ്. ഓക്കെ, നാട്ടിൽ എവിടെയാണ് ജന്മസ്ഥലം എന്നറിയാമോ? ഞാൻ വടശ്ശേരിക്കരയാണ്. വടശ്ശേരിക്കര കൊല്ലം ജില്ലയിലല്ലേ? പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ. ഏത് സ്കൂളിലാണ് പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? മാറിവാനിയോ സെൻട്രൽ സ്കൂൾ വടശ്ശേരിക്കര. മാറിവാനിയോ സെൻട്രൽ സ്കൂൾ വടശ്ശേരിക്കര. മാറിവാനിയോ സെൻട്രൽ സ്കൂൾ വടശ്ശേരിക്കരയിലെ ആൽഫിയയുടെ പഴയ ടീച്ചേഴ്സിനും സ്കൂളിലെ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരു ഹായ്. അത് കഴിഞ്ഞ് നേരെ ഇവിടെ എത്തി. പേരൻസ് ഇവിടെയാണ്? പപ്പയും മമ്മിയും ഇവിടെ വർക്ക് ചെയ്യുവാണ്. സിബ്ലിങ്സ് ആരാണ്? എനിക്കൊരു ബ്രദറുണ്ട്, അവൻ്റെ പേര് എയ്ഡൻ. എത്രയിൽ പഠിക്കുന്നു മോന്? അവനിപ്പോൾ 7th സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. വെരി ഗുഡ്. അക്കാഡമിക് സൈഡൊക്കെ എങ്ങനെയുണ്ട്? പാട്ടും പഠിത്തവും നന്നായിട്ട് പോകുന്നു. പഠിത്തം എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. തോക്കാനുള്ള മാർക്ക് കിട്ടാറുണ്ടോ? ജയിക്കാനുള്ള മാർക്ക് കിട്ടാറുണ്ട്. പിടിക്കുകയാണ്. എനിവേ, നല്ല പാട്ടുകാരിയാണെന്നറിയാം. അപ്പോൾ പാട്ടിനെ പറ്റി ഞങ്ങൾ കൂടുതൽ ചോദിക്കാൻ പോകുന്നതിന് മുമ്പേ ചോദിച്ചേക്കാം, പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഞാൻ പാട്ട് പഠിച്ചിട്ടുണ്ട്. ആരാണ് ഗുരു, ഓർമ്മയുണ്ടോ? ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ബീന മാമിൻ്റെ അടുത്താണ്. ബീന ടീച്ചർ. ബീന ടീച്ചർ കുടുംബമായിട്ട് ഞങ്ങളുടെ ഒരു കുടുംബ സുഹൃത്താണ്. പ്രത്യേകിച്ച് ബീനയുടെ ഹസ്ബൻഡ് ടോബി. ഞങ്ങളൊരു നാട്ടുകാരാണ്, ഇലന്തൂർ. അതുകൊണ്ട് അവിടെ നിന്നുള്ള പരിചയം. ഇവിടെ വന്നു കഴിഞ്ഞിട്ടും ബീനയെ നല്ല പരിചയമാണ്. എനിക്ക് തോന്നുന്നു ഇവിടെയുള്ള കുഞ്ഞുങ്ങളുടെ സംഗീത പഠനത്തിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുള്ളത് ബീന ടീച്ചർ. ഇപ്പോൾ ബീന ടീച്ചറിനും ഞങ്ങളുടെ ഒരു ഹായ്. അപ്പോൾ ബീന ടീച്ചറിൻ്റെ ഒരു സ്റ്റുഡൻറ്റ് എന്ന നിലയിൽ നമുക്ക് ആദ്യത്തെ പാട്ടിലേക്ക് കയറാം. ഏത് പാട്ടാണ് ആദ്യം പാടാൻ? കാൽവറിക്കുന്നിൽ നാഥൻ യാഗമായി മാറി. വളരെ ഫേമസ് ആയിട്ടൊരു പാട്ട്. ആരാണ് അതിൻ്റെ രചനാ സംഗീതം എന്നൊക്കെ ഓർമ്മ? സ്റ്റാൻലി ജോൺസ് നാട്ടിലാണ്. സ്റ്റാൻലി ജോൺ ഒത്തിരി നല്ല പാട്ടുകൾ ചെയ്തിട്ടുള്ള ആളാണ്. പലപ്പോഴും നമ്മൾ ഈ പാട്ട് പാടിയ ആളിനെ പറ്റിയേ കേൾക്കാറുള്ളൂ. പക്ഷേ അതിൻ്റെ പിന്നിലൊരു പാട്ട് എഴുതുന്ന ഒരാളുണ്ട്, സംഗീതം നൽകുന്ന ഒരാളുണ്ട്, ഓർക്കസ്ട്രേഷൻ ചെയ്യുന്ന നമ്മുടെ ലിനുവിനെ പോലുള്ള. അതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പാട്ടുകാരൻ പാടിയെടുക്കുന്നത്. പക്ഷെ പലപ്പോഴും പാട്ടുകൾ ഈ പാട്ട് പാടിയ ആളിൻ്റെ പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ ഇവരെയൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. അപ്പോൾ പിന്നെ ആദ്യം തീർച്ചയായിട്ടും ആൽഫിയുടെ ആദ്യത്തെ പാട്ടിലേക്ക് നമുക്ക് കേൾക്കാം. കാൽ
യേശുമായി നാഥൻ മലമുകളേറി മനസരകളിൽ നിന്നും വാഴുവാനായി കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായി ഇന്ദു പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായി ഇന്ദു പാടുപെട്ടു നീ എൻ്റെ ജീവനായവനേ നീ ആശയിന്നു നീ കാൽവരിക്കുന്നിൽ കരമുയരുന്നീ നാഥ കരകൾ മാറ്റണമേ കരളലിയണമേ നാഥ കനിവ് തോന്നണമേ കരമുയരുന്നീ നാഥ കരകൾ മാറ്റണമേ കരളലിയണമേ നാഥ കനിവ് തോന്നണമേ കരമുയരുന്നീ നാഥ കരകൾ മാറ്റണമേ കരളലിയണമേ നാഥ കനിവ് തോന്നണമേ കാൽവരി കുന്നിൽ നാഥൻ യാഗമായി മാറി അന്നു കാൽനടയായി നാഥൻ മലമുകളേറി അന്നു ജീവനേകുവാനായി ഇന്നും പാടുപെട്ടു നീ അന്നു ജീവനേകുവാനായി ഇന്നും പാടുപെട്ടു നീ എൻ്റെ ജീവനായവനേ നീ ആശയിന്നു നീ കാൽവരിക്കുന്നിൽ ആൽഫിയ വളരെ നന്നായിട്ട് പാടി. തീർച്ചയായിട്ടും നല്ല ഫീലായിരുന്നു ഒരു സത്യം. അന്ന് ജീവനേകിടുവാൻ എന്ത് പാടുപെട്ടു. അങ്ങനെ വല്ലപ്പോഴും ഓർക്കാറുണ്ടോ അങ്ങനെ ഒരു കഥ? അല്ലേ, നമുക്ക് ജീവനേകുവാൻ തക്കവണ്ണം പാടുപെട്ട ഒരു കർത്താവുണ്ട് അല്ലേ. ആ കർത്താവിനെ ഇങ്ങനെ ശരിക്കും വരച്ച് കാട്ടുന്ന ഒരു നല്ല പാട്ടാണ്. നല്ല ഫീലായിട്ട് തന്നെ പാടി. വളരെ സന്തോഷം. എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്കും അതൊരു അനുഗ്രഹം തന്നെയാണ്. നമുക്ക് വേണ്ടി ഒത്തിരി പാടുപെട്ട ഒരു ദൈവം ജീവിക്കുന്നു. സത്യത്തിൽ അതുകൊണ്ടാണ് നമ്മളും ജീവിക്കുന്നത് അല്ലേ. പാട്ടുകാരൻ നമ്മളൊരു പഴയ പാട്ടിൽ എന്നേശു ജീവിക്കുന്നതായതിനാൽ ഞാനും ജീവിക്കുന്നു. ദൈവം ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മളും ജീവിക്കുന്നത്. തീർച്ചയായിട്ടും ആൽഫിയുടെ സ്കൂൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സ്കൂളിൽ ഈ ടാലൻറ്റ് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. കോമ്പറ്റീഷൻസിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും സ്കൂളിൻ്റെ പ്രോഗ്രാം വന്നാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് സ്കൂളിലെ പ്രോഗ്രാമൊക്കെ ആകുമ്പം ഏത് ലാംഗ്വേജും അല്ലേ? മലയാളം നിർബന്ധമില്ലല്ലോ. മലയാളം മോസ്റ്റ്ലി ഹിന്ദിയാണ്. ഹിന്ദി സോങ്സ്, ഇംഗ്ലീഷ് സോങ്സ് അതൊക്കെ പാടാറുണ്ട്. സ്കൂൾ ലെവൽ കോമ്പറ്റീഷൻസ് അല്ലാതെ വേറെ ഇവിടുത്തെ ഒത്തിരി ഫൈൻ ആർട്സും സൊസൈറ്റികളൊക്കെ ഉള്ള ഒരു സ്ഥലമാണല്ലോ കുവൈറ്റ്. അങ്ങനെ അവരുടെ പ്രോഗ്രാമുകൾക്കും പങ്കെടുക്കാറുണ്ട് അല്ലേ? ഉണ്ട്. അങ്ങനെ അച്ചീവ്മെൻറ്റുകളുടെ കൂട്ടത്തിൽ അവർ നിന്നൊക്കെ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. നമ്മുടെ പള്ളിയുടെ ആണെങ്കിലും ഔട്ട്സൈഡ് കല പോലത്തെ അസോസിയേഷൻസ് അങ്ങനത്തെ എല്ലായിടത്തും കോമ്പറ്റീഷന് പോകാറുണ്ട്, സമ്മാനങ്ങൾ നേടാറുമുണ്ട്. ഒപ്പം തന്നെ ഇടവക ഗായക സംഘത്തിൻ്റെ മെമ്പറും കൂടെയാണ്, ചർച്ച് കൊയറിൻ്റെ അല്ലേ? ഏതാ പള്ളി? സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ച് സാൽമിയ. സെൻറ്റ് തോമസ് മാർത്തോമ ചർച്ച് സാൽമിയയുടെ കൊയർ മെമ്പറാണ് അല്ലേ? വർഷങ്ങളായി. ഒരു 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടെന്ന്. ഓക്കെ, 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട്. അന്ന് ജൂനിയർ കൊയറിലായിരിക്കും
അത് നേരിട്ട് സീനിയർ കൊയർ? 4-5 ജൂനിയർ ആയിരുന്നു, പിന്നെ 6th സ്റ്റാൻഡേർഡ് തൊട്ട് സീനിയർ കൊയറിലേക്ക് പോകും. അപ്പോൾ ഈ പഠിത്തവും ഈ കൊയറിന് പോകുന്നതും ഈ പ്രോഗ്രാം പോകുന്നതിനൊക്കെ ഈ അക്കാഡമിക് സൈഡിനെ അത് നെഗറ്റീവായിട്ട് ബാധിക്കാറുണ്ടോ, അതോ മാനേജ് ചെയ്യാറുണ്ടോ? അതാണ് നമുക്കറിയാം. ട്യൂഷൻ ടൈംസ് വരുമ്പോൾ പോകാനും അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ അത് 10th കൂടുതൽ ആ ബുദ്ധിമുട്ടുണ്ടായിരുന്നെ. കാരണം 3 സബ്ജക്റ്റിൻ്റെ ട്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പം അത് എല്ലാം കഴിഞ്ഞിട്ട് കൊയറിൻ്റെ പ്രാക്ടീസ് വെക്കുന്ന ടൈം ഇത് കറക്റ്റായിട്ട് വരത്തില്ല. അങ്ങനെയുള്ളപ്പോൾ ഡിഫിക്കൽട്ടായിരുന്നു. എന്നാലും അത് മാർക്കിനെ ബാധിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ, മാർക്കിനെ ഇല്ല. അപ്പോൾ സത്യം അങ്ങനെ മാർക്കിനെ ബാധിച്ചിട്ടില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം എൻ്റെ മോളറിയാം, നന്മ ഇപ്പോൾ 12th എക്സാം എഴുതുന്ന സമയത്ത് ഇതുപോലെ മറ്റു പല കുഞ്ഞുങ്ങളും ഇങ്ങനെ പള്ളിയിൽ പോകുന്നില്ല, പരീക്ഷയാണ് എന്നൊക്കെ മാറി. അപ്പം നന്മ മാത്രം പറഞ്ഞു ഞാൻ അങ്ങനെ മുടക്കത്തില്ല. നന്മ ഈ പരീക്ഷ സമയത്തൊക്കെയും പള്ളി സർവീസുകളും കൊയറിലും മുടങ്ങാതെ പോയി. ഞങ്ങൾ പറഞ്ഞില്ലേ, അത് ഒരിക്കലും പ്രതീക്ഷിക്കാതെ ദൈവം നമുക്കൊരു മാർക്ക് പോലും കുറയ്ക്കാതെ കൂട്ടുകാരിൽ പരമായി ആനന്ദതൈലം കൊണ്ട് അഭിഷേകം നന്മയ്ക്ക് ഏറ്റവും നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ ഈ 12th കഴിഞ്ഞ് ചിലപ്പോൾ നന്മയിൽ നിന്ന് ഞങ്ങൾ ചിലപ്പോൾ ചില പാഠങ്ങൾ പഠിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ഒന്നും ഒരിക്കലും അതൊരു വൃഥാഭാഗത്തിൽ അതിനെല്ലാം തമ്പുരാൻ അതിനെ ഇരട്ടിയായിട്ട് പ്രതിഫലം തരും അല്ലേ. ഈ നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്നതിനെയാണ് ദൈവം മൾട്ടിപ്ലൈ ചെയ്തത്. അങ്ങനെയല്ലേ വേദോസ്തം പറഞ്ഞേക്കുന്നത് അല്ലേ? സൺഡേ സ്കൂളിലും അങ്ങനെ പഠിച്ചേക്കുന്നത്. ഈ നമ്മളിലുള്ളതിനെയാണ് ദൈവം മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലേ. അതിന് ഒത്തിരിയും കഥകളുണ്ട്. നമ്മുടെ ഈ 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ച കഥ അല്ലേ. അതിനകത്തിപ്പോൾ ദൈവം തമ്പുരാൻ ഈ 5000 പേരെ പോഷിപ്പിക്കാൻ വേണ്ടി സ്തോത്രം ചെയ്ത് 5000 പേർക്കുള്ള ഭക്ഷണം വരട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ വരത്തില്ലായിരുന്നു? വരുമായിരുന്നു അല്ലേ. പക്ഷേ ദൈവം ചെയ്ത് എന്താ, ഒരു പയ്യൻ്റെ കയ്യിൽ നിന്നും അവൻ്റെ കയ്യിലുള്ളതിനെ ഡെവലപ്പ് ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതെല്ലാവർക്കും കൊടുത്തു. കാനാവിലും അങ്ങനെ തന്നെയായിരുന്നു അല്ലേ. ഇത് വെള്ളം വീഞ്ഞ് തീർന്നപ്പം എല്ലാവർക്കും വീഞ്ഞ് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചാൽ വീഞ്ഞ് വന്നേനെ. പക്ഷേ കർത്താവ് ആദ്യം പറഞ്ഞ് നിങ്ങൾ ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്യും. അതിനെയാണ് ദൈവം മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എപ്പോഴും അങ്ങനെ വിചാരിക്കാവുള്ളൂ. പരീക്ഷ ഉണ്ടാവും, പഠിത്തം, അതിനെ പൂർണ്ണമായിട്ട് ഉഴപ്പണമെന്നല്ല. പക്ഷെ അതിൻ്റെ കൂടെ ഈ ദൈവം തന്ന ഈ സംഗീതത്തെ കൊണ്ടുപോകാൻ കഴിയട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഇടവകയോടും ഗായക സംഘത്തോടും സഭയോടും ഒക്കെ ചേർന്ന് നിന്ന് വളരുന്നതാണ് ഒരു കുഞ്ഞിൻ്റെ പൂർണ്ണമായ വളർച്ച എന്ന് പറഞ്ഞു. ഈ ലോകത്തിൻ്റെ മോഹങ്ങളുടെ പുറകെ പോകാനുള്ള ഏറ്റവും കൂടുതൽ ടെൻഡൻസി ഉണ്ട് ഈ സമയത്തല്ലേ. അപ്പോൾ അതിൽ നിന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്നത് നമ്മൾ വിശ്വസിക്കുന്ന സഭയും ഇടവകയോടൊക്കെ ചേർന്ന് നിൽക്കുന്ന പ്രവർത്തനം. അതുകൊണ്ട് ഗായക സംഘം ഒരിക്കലും വിട്ടുകളയും. അപ്പോൾ ആൽഫി, നമുക്ക് അടുത്ത പാട്ട്, ആൽഫിയ അല്ലേ, അടുത്ത പാട്ടിലേക്ക് കിടക്കാം. ഏത് പാട്ടാണ്? ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല. തീർച്ചയായിട്ടും ഒരു നല്ല പാട്ടാണ്. കേൾക്കുമ്പം ഒരു ജനറൽ സബ്ജക്റ്റിനെ ഇത്ര ഭംഗിയായിട്ട് ഒരാൾ അവതരിപ്പിച്ചൊരു വേറെ നല്ല പാട്ടില്ലല്ലേ. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നു, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതി. പാട്ടിനെ പറ്റി നമുക്ക് കൂടുതൽ പിന്നെ പാട്ട് കേട്ട് കഴിഞ്ഞിട്ട് പറയാം. തീർച്ചയായിട്ടും ആ പാട്ടിലേക്ക് പോകാം. ആൽഫിയ വീണ്ടും നമുക്ക് വേണ്ടി പാടുന്നു, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ഈ ചെറുതോണിയിൽ, തിരമാലയിൽ ഈ ചെറുതോണിയിൽ, അമരത്തിനരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല.
തോണിയിൽ അമരത്തിനരികെ അവനുള്ളതാൽ ഒരു മഴയും തോരാതിരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. അൽഫിയ, നന്നായിരുന്നു കേട്ടോ. ഈ സാധനച്ചൻ്റെ ഈ പാട്ട് ഒത്തിരി പേര് നമ്മൾ പാടുന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ട്. പാട്ട് സാധനച്ചൻ്റെ ആണെന്ന് അറിയാമല്ലോ അല്ലേ? സാധനച്ചനെ അറിയാമോ? പിന്നെ അറിയാം. അച്ഛൻ ഇവിടെ കുവൈറ്റിൽ കഴിഞ്ഞിടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഈ അടുത്ത സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. കണ്ട് പേഴ്സണലായിട്ട് പരിചയപ്പെട്ടിട്ടുണ്ടോ? അച്ഛൻ ഞങ്ങളുടെ കൊയറിൻ്റെ റിട്രീറ്റിന് വന്നപ്പോൾ അച്ഛൻ്റെ പാട്ട് അച്ഛൻ്റെ മുമ്പിൽ പാടാൻ ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. ഏത് പാട്ട്? വാത്സല്യത്തിൻ പ്രാതലമായി. പാടിക്കേ. വാത്സല്യത്തിൻ പ്രാതലമായി കരയിൽ കാത്തു നിന്നവനെ, കടലോളമുള്ള നിൻ കാരുണ്യത്താലെ തിരികെ ചേർത്തുവോ നീ. വാത്സല്യത്തിൻ പ്രാതലുമായി കരയിൽ കാത്തു നിന്നവനെ. അങ്ങനെ ഒരുപാട് പാട്ടുകളാണ് സാധനച്ചൻ. അത് സാധനച്ചൻ്റെ അനുഭവങ്ങളൂടെ നമ്മൾ കേൾക്കുമ്പോഴാണ് അതിൻ്റെ ആ ഭംഗി. ഈ കഴിഞ്ഞ വർഷത്തെ മാരാമൺ കൺവെൻഷനിൽ അതിന് നല്ലൊരു പാട്ടുണ്ട്, കരയുമ്പോൾ പോകാൻ ഒരിടമുണ്ട്. ഒരുപക്ഷെ ആ പാട്ടിന് നമ്മുടെ കോയിറ്റ് സിറ്റി മാർത്തമ്മ ഇടവക ഗായകസംഘം കൊടുത്ത അവാർഡ് അച്ഛന് നേരിട്ട് കൊടുക്കാൻ ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ മണപ്പുറത്ത് വെച്ച് സാധിച്ചു. അച്ഛനുമായിട്ട് ഞങ്ങൾ വളരെ കാലം മുമ്പേ ഉള്ള പരിചയമാണ്. അങ്ങനെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഇല്ലേ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ആരോ ഇങ്ങനൊരു പാട്ട് കേൾക്കാൻ സങ്കടപ്പെട്ടിരിക്കുന്ന ആരോ ഒരാൾ ദൈവം ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ ഉള്ളിലേക്കാവും ഇന്ന് ഈ പാട്ട് ചെല്ലുന്നത്. കല്ലും മുള്ളും പൊള്ളുന്ന വെയിലും എല്ലാം ദൈവം അറിഞ്ഞിട്ടുള്ളതാണ് അല്ലേ? നമ്മൾ വിചാരിക്കുന്നത് ഈ നന്മ വരുന്നത് മാത്രമാണ് ദൈവം തരുന്നതെന്നല്ലേ? 23-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട്, പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. തൊട്ട് താഴെയുണ്ട്, കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരെണ്ണം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ പച്ചയായ പുൽപ്പുറം ഉണ്ടെങ്കിൽ കൂരിരുളും ഉണ്ട്. പക്ഷേ ഇവിടെ രണ്ടിടത്തും ദൈവമുണ്ട് നമ്മുടെ കൂടെ. അതുകൊണ്ടാണ് ഒരു മഴയും ഈ കാണുന്ന പ്രയാസങ്ങളൊക്കെ ഇനി ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞാൽ ഇതും കഴിഞ്ഞു പോകും. വളരെ സന്തോഷം, നന്നായിട്ട് പാടി. ഇതൊരു അനുഗ്രഹമായി തീരട്ടെ. സാധനച്ചനും ഞങ്ങളുടെ ഒരു നന്ദി. ഈ കുടുംബത്തിൽ അപ്പ അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ഇവരാരെങ്കിലുമൊക്കെ പാടുന്നവരായിരുന്നു? പപ്പ പാടും. പപ്പ ഇവിടെ കൊയറിലെ മെമ്പറുമാണ്, നമ്മുടെ സാൽമിയ പള്ളിയിൽ. എനിക്ക് തോന്നുന്നു അൽഫിയയെ ഏറ്റവും കൂടുതൽ എവിടെയെങ്കിലുമൊക്കെ കൂടെ കൊണ്ടു നടക്കുന്നത് പപ്പയാണ്. അമ്മയുടെ സപ്പോർട്ട് ഇല്ലെന്നല്ല, അമ്മയുടെ സപ്പോർട്ടുണ്ട്. തീർച്ചയായിട്ടും പപ്പയുടെ ഒരു ടാലൻറ്റും കൂടെയാണ് അല്ലേ ഇതിൻ്റെ പിന്നിലുള്ളത്. ഈ അച്ചീവ്മെൻറ്റ്സിനെ പറ്റി നമ്മളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. സ്കൂളിലും എനിക്ക് പിള്ളേർക്ക് വലിയ ബുദ്ധിമുട്ടായി, അക്കാഡമിക് സൈഡും എക്സ്ട്രാ കരിക്കുലറും കൂടെ ഒരുമിച്ച്. ഈ സംഗീതമല്ലാതെ വേറെ എക്സ്ട്രാ കരിക്കുലർ, ഡ്രോയിങ്, സ്വിമ്മിങ്, അങ്ങനെയൊക്കെ. ഞാൻ കീബോർഡ് പഠിച്ചിട്ടുണ്ടായിരുന്നു. 10th ആയപ്പോൾ എനിക്ക് കുറേ ക്ലാസ്സസ് ഉണ്ടായിരുന്നുകൊണ്ട് എല്ലാം കൂടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. സപ്പ് നിർത്തേണ്ടതായിട്ട് വന്നു. കീബോർഡ് ഈ ഗ്രേഡ് ലെവൽ അങ്ങനെ എല്ലാം പോകാൻ പറ്റിയോ? 3rd ഗ്രേഡ് വരെ പോകും. ഓ, ആരായിരുന്നു അധ്യാപകൻ? ഓൺലൈനായിരുന്നു. ഓക്കെ. അത് തൊട്ടേ ഓൺലൈനായിരുന്നു. സ്റ്റാർട്ടിങ്ങിൽ ഞാനിവിടെ ജോയ്ച്ചൻ സാറിൻ്റെ അടുത്തായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ജോയ്ച്ചൻ സാർ, മാത്യു സി ഉമ്മൻ. ജോയ്ച്ചൻ സാർ എൻ്റെയും കൊയർ മാസ്റ്ററായിരുന്നു. നമ്മുടെ പള്ളിയുടെയും കൊയർ മാസ്റ്റർ. നിങ്ങളുടെ കൊയർ മാസ്റ്റർ, ഞങ്ങളുടെ പള്ളിയുടെ കൊയർ മാസ്റ്ററായിരുന്നു. പിന്നാണ് നിങ്ങളുടെ കൊയർ മാസ്റ്ററായി. ജോയ്ച്ചൻ്റെ അടുത്താണ് കീബോർഡ്. നന്മ മോളും ഒക്കെ നമ്മൾ മുമ്പ് ബീന ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞ പോലെ കുവൈറ്റിലുള്ള കുഞ്ഞുങ്ങളുടെ ഈ കീബോർഡ് താല്പര്യം ഇത്രയും വളർത്തിയെടുത്തത് എൻ്റെ ഒരു മുഖ്യ കാരണം നമ്മുടെ മാത്യു സീമൻ എന്ന ജോയ്ച്ചൻ സാറാണ്. ഇനിയും എന്താ ഫ്യൂച്ചർ പ്ലാൻ? മനസ്സിലങ്ങനെ വലിയ ആഗ്രഹം, എനിക്ക് സംഗീതത്തിൽ ഇന്നതാവണം, അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഒരു ആൽബം ചെയ്യണം, അല്ലെങ്കിൽ അങ്ങനെ മനസ്സ് തുറന്നങ്ങ് പറഞ്ഞേക്കണം കേട്ടോ. എനിക്ക് സംഗീതം ഫ്യൂച്ചറായിട്ട് കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ട്. ആൻഡ് ദൈവം അനുവദിക്കുകയാണെങ്കിൽ എനിക്കത് അങ്ങനെ എന്തെങ്കിലും ഫ്യൂച്ചറിലാവണമെന്ന് ആഗ്രഹമുണ്ട്. മ്യൂസിക്കിൽ, സംഗീതത്തിൽ വളരണം, ഇതൊരു പ്രൊഫഷൻ ആക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഉണ്ടല്ലേ? ഈ മുമ്പ് പറഞ്ഞിട്ട് ഒരു ആൽബം ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പം അല്ലേ ഒരു ആൽബം കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു ആൽബം ചെയ്താൽ കൊള്ളാം, അങ്ങനെ ആഗ്രഹം അല്ലേ? അതൊക്കെ നടക്കും. ഈ ടാലൻറ്റ് ദൈവകാര്യങ്ങളിൽ കൊടുത്താൽ മതി. ദൈവം അതിനെ
മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒരു പക്ഷേ ഇന്ന് ഈ ഒരു പ്രോഗ്രാമിന് ആൽഫിയ പങ്കെടുത്തത് ദൈവനിശ്ചയം തന്നെ. കാരണം ഇതിനു മുമ്പുള്ളൊക്കെ ഇവിടെ ജോലി ചെയ്തവരും ഒക്കെ എന്നുവെച്ചാൽ ഒരു സ്കൂൾ ഗോയിങ് സ്റ്റുഡൻറ്റിനെ കിട്ടിയത് തീർച്ചയായിട്ടും ആൽഫിയയാണ്. ഇത്രയും സമയം ഈ തിരക്കിനിടയിലും ട്യൂഷൻസും ഒക്കെ ഉണ്ടെന്നറിയാം. പക്ഷേ ഈ ദിവസങ്ങളൊക്കെ അവധിയായിരുന്നു തോന്നില്ല. എന്നാലും അതിനിടയ്ക്ക് ഈ ഹാർവസ്റ്റ് TV ഒരുക്കിയ ഈ പ്രോഗ്രാമിൽ വന്ന് സംബന്ധിച്ചതിൽ ഹാർവസ്റ്റ് TV വളരെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ആൽഫിയയുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ ദൈവം തമ്പുരാൻ മാനിക്കട്ടെ, ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങളായിട്ട് അല്ലേ. കുഞ്ഞിൻ്റെ പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു മനുഷ്യർക്ക് ഒരു സന്തോഷമാവട്ടെ, ഒരു ആശ്വാസമാവട്ടെ. അങ്ങനെ തുടർന്നുള്ള കാലം ഒരു വലിയ അനുഗ്രഹമായി തീരട്ടെ എന്ന് ഹാർവസ്റ്റ് TVക്ക് വേണ്ടി ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. എല്ലാ നന്മകളും നേരുന്നു. താങ്ക് യു സോ മച്ച്. എൻ്റെ ലൈഫിൽ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്. അതിനെനിക്ക് അവസരം തന്ന ഹാർവസ്റ്റ് TVക്കും അതിൻ്റെ പുറകിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. പ്രവാസി സംഗീതത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് പ്രകടിപ്പിക്കാനുള്ള ഒരു വേദി ഉണ്ടാവും. ഇനിയും ഒരു പുതിയ കലാകാരൻ്റെ അല്ലെങ്കിൽ കലാകാരിയുടെ സംഗീതത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.